ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ തന്നെ ഒരു വിദ്യാർത്ഥി കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന ഒരു വീഡിയോ, അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന്. അതിൻ്റെ ആ ഒരു കുട്ടിയുടെ ആ ഒരു പഠിക്കാനുള്ള ആഗ്രഹം കാരണമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം വീഡിയോയിലോട്ടേക്ക് കടക്കാം. അതായത് മക്കളെ, നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യത്തെ ചാപ്റ്ററാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമാണ് കുട്ടി, ദ ബോയ് അല്ലേ. ആ കുട്ടിയുടെ മുത്തശ്ശൻ്റെ കഥാപാത്ര നിരൂപണമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് ഫാദർ. ഈ ഒരു നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ SSLCയിലെ നമ്മുടെ പബ്ലിക് എക്സാമിന് മാത്രമല്ല, എല്ലാ പരീക്ഷകളിലും നമുക്ക് ഇംഗ്ലീഷിൽ വരുന്നൊരു ഭാഗമാണ് കഥാപാത്ര നിരൂപണം. ഏകദേശം 5-6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വളരെയധികം വ്യക്തമായിട്ട് തന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു ഉദാഹരണം മാത്രം അല്ല നിങ്ങൾ ഇതിലൂടെ പഠിക്കുന്നത്. അതായത് ഇപ്പം ഞാൻ ഇവിടെ ഒരു മുത്തശ്ശൻ്റെ കഥാപാത്ര നിരൂപണം നിങ്ങൾക്ക് തരികയാണ്. ഇതേ മോഡൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മറ്റു പാഠങ്ങളിലുള്ള കഥാപാത്രങ്ങളെ പറ്റിയിട്ടും നിങ്ങൾക്ക് കഥാപാത്ര നിരൂപണം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ എങ്ങനെയാണ് ഒരു കഥാപാത്ര നിരൂപണം തുടങ്ങേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വേണം, എങ്ങനെയാണ് അത് നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റുക, അതെങ്ങനെ എഴുതാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മറ്റ് കഥാപാത്രങ്ങളുടെ കഥാപാത്ര നിരൂപണം എഴുതാനുള്ള ഒരു ഐഡിയ കിട്ടും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ മറ്റ് പാഠങ്ങൾ പഠിക്കുമല്ലോ ഇനി അങ്ങോട്ട്. അപ്പോൾ അതിലുള്ള കഥാപാത്രങ്ങളുടെ കഥാപാത്ര നിരൂപണം സ്വന്തമായിട്ട് ഒന്ന് എഴുതി നോക്കുക. ഈ ഒരു കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത് മുഴുവനായിട്ട് നിങ്ങൾ അങ്ങ് കോപ്പി അടിച്ചിട്ട് നിങ്ങൾ ഇതേപോലെ പഠിക്കുകയല്ല വേണ്ടത്. പകരം ഇത് ഒരു ബേസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇതൊരു ബേസ് ആയിട്ട് എടുക്കുക. ഇതിന് മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട്, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാകുമ്പം ഇതിനെ നല്ലൊരു സ്ട്രക്ചറാക്കിയിട്ട് മാറ്റുക. നല്ലൊരു അതിമനോഹരമായിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് ആക്കിയിട്ട് നിങ്ങൾ മാറ്റുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കഥാപാത്ര നിരൂപണത്തിലേക്ക് കടക്കാം. ദ ബ്യൂട്ടിഫുൾ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട് ഷോസ് ദ ബ്യൂട്ടി ഓഫ് എ വേൾഡ് വിത്ത് ഹാർമണി. മക്കളെ, നിങ്ങൾ ഓർക്കേണ്ട കാര്യം, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന പാഠഭാഗം മനസ്സിലാക്കിയതിനു ശേഷം, അതിൻ്റെ ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം, ആ ഒരു പാഠം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. ഇനി ആ പാഠത്തെ പറ്റിയിട്ട് അറിയാത്ത കുട്ടികളാണെങ്കിൽ ആ ഒരു ചാപ്റ്റർ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അറിയാത്ത കുട്ടികൾ മാത്രം കണ്ടാൽ മതി. ഓക്കെ, ദ ബ്യൂട്ടിഫുൾ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ആ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ നോക്കുക, ഞാനത് ഇൻവേർട്ടഡ് കോമേൻ്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഈ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. കൂടാണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ സെൻറ്റൻസ് തന്നെ നിങ്ങൾ നോക്കുക. ഞാനിവിടെ ആ ഒരു പാഠത്തിൻ്റെ പേരെന്താണ്, അതാരാണ് എഴുതിയത്, ഇങ്ങനെയുള്ള 2 കാര്യങ്ങൾ ഞാൻ ആദ്യം കൊടുത്തു. കൂടാണ്ട് ആ ഒരു പാഠത്തിൻ്റെ ആശയം എന്താണെന്ന് വളരെ ചുരുക്കിയ വാക്കുകൾ കൊണ്ട് ഞാനിവിടെ പ്രകടിപ്പിച്ചു. നോക്കുക, ദ ബ്യൂട്ടിഫുൾ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട് ഷോസ് ദ ബ്യൂട്ടി ഓഫ് എ വേൾഡ് വിത്ത് ഹാർമണി. അതായത് ഒത്തൊരുമയുടെ ഒരു മൂല്യം പറഞ്ഞു തരുന്ന ഒരു പാഠഭാഗമാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ആശയം ഞാൻ ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ ഉൾപ്പെടുത്തി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് ഏത് പാഠമാണോ ആ പാഠഭാഗത്തെ പറ്റിയിട്ട് പറയാം, അതോടൊപ്പം തന്നെ ആ പാഠഭാഗത്തിൻ്റെ കഥാപാത്രത്തോടൊപ്പം തന്നെ കഥാകൃത്തിൻ്റെ പേര് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യാം. അതിമനോഹരമായിട്ടുള്ള കഥയാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ആ കഥ എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ടാണ്. ഇത് നമുക്ക് ഒത്തൊരുമയുടെ മൂല്യത്തെ പറ്റിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. ദ ഗ്രാൻഡ് ഫാദർ ഈസ് ദ ഓൾഡ് ആൻഡ് ജെൻറ്റിൽ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. മുത്തശ്ശൻ എന്ന് പറയുന്നത് പഴയ വളരെ ജെൻറ്റിലായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഈ ഒരു കഥയിലെ വളരെയധികം പഴയ, കുറച്ച് പ്രായമുള്ള, ജെൻറ്റിലായിട്ടുള്ള ഒരു കഥാപാത്രമാണ് മുത്തശ്ശൻ എന്ന് പറയുന്നത്. 2ാമത്തെ സെൻറ്റൻസിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ആ കഥാപാത്രത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഹീസ് എ പ്യുവർ നേച്ചർ ലവർ. അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയാണ്, വളരെയധികം പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ആ കഥാപാത്രം നമ്മുടെ സമൂഹത്തിനെ എങ്ങനെയാണ്
എങ്ങനെയാണ് അത് ഇൻസ്പയർ ചെയ്യുന്നത്, അതായത് നമ്മുടെ സമൂഹവുമായിട്ട് ആ കഥാപാത്രം എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ആ ഒരു പാഠഭാഗത്തിൽ ആ കഥാപാത്രം നൽകുന്ന കോൺട്രിബ്യൂഷൻ എന്താണ്, ആ കഥാപാത്രം മറ്റ് കഥാപാത്രങ്ങളുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ഈ കഥാപാത്രം നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ്, ഈ കഥാപാത്രത്തിൻ്റെ ആ ഒരു പാഠഭാഗത്തിലുള്ള ഒരു മൂല്യം എന്താണ്, ആ പാഠഭാഗത്തിൽ ഈ കഥാപാത്രത്തിൻ്റെ ഒരു വാല്യൂ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കഥാപാത്ര നിരൂപണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം. കൂടാണ്ട് ആ കഥാപാത്രം ആ ഒരു പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഡയലോഗുകൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. മനസ്സിലായില്ലേ? ഓരോരോ ഇൻസിഡൻസിൽ അല്ലെങ്കിൽ ഓരോരോ സാഹചര്യത്തിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ ഇംഗ്ലീഷിൽ ഓരോ പാഠവും ഒരു 3 തവണയെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരിക്കണം. കാരണം അതിലുള്ള ചില ഡയലോഗുകൾ ഉണ്ടാവും, ചില കോൺവേഴ്സേഷൻസ് ഉണ്ടാവും. അതിലെ ഈ കഥാപാത്രം പറയുന്ന ചില ഡയലോഗുകൾ നിങ്ങൾക്ക് എടുത്തിട്ട് കഥാപാത്ര നിരൂപണത്തിൽ കൊടുക്കാം. എന്നിട്ട് ഇന്ന ഡയലോഗ് ഇദ്ദേഹം ഇങ്ങനെയുള്ള വ്യക്തിയാണെന്ന് പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗുകൾ ഉൾപ്പെടുത്താം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മാർക്ക് കൂട്ടുന്ന ചില ടിപ്സാണ്. അത് നിങ്ങൾ എന്നും നിങ്ങളുടെ ഉത്തരങ്ങളിൽ, പ്രത്യേകിച്ച് കഥാപാത്ര നിരൂപണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുകൂടാണ്ട് ഒരു കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ആ ഒരു പാഠഭാഗത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ പാഠഭാഗത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും, ഒരുപാട് ഡയലോഗുകൾ ഉണ്ടാവും, ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാവും. അതൊക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങൾക്ക് ആ ഒരു കഥാപാത്രത്തിനോടുള്ള ഒരു കാഴ്ചപ്പാട്, ആ കഥാപാത്രത്തിൽ കുറച്ചും കൂടിയായിട്ട് നിങ്ങൾ ആ കഥാപാത്രത്തിനെ പറ്റിയിട്ടൊന്ന് ചിന്തിക്കുക. അതുകൂടി നിങ്ങൾ ഈ ഒരു കഥാപാത്ര നിരൂപണത്തിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ടൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതാണ് പറഞ്ഞത്, ഞാൻ ഇതൊരു ബേസ് നിങ്ങൾക്ക് തന്നു. ഇതിനപ്പുറത്തേക്ക് നിങ്ങളാണ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. കാരണം എല്ലാം ഞാൻ തന്നാൽ ആ ഒരു എക്സാമിന് നിങ്ങൾക്ക് എഴുതേണ്ട ഒരു ഐഡിയ കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ബേസ് ഞാൻ തന്നു, ഇതിന് മുകളിൽ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് വരിക, നിങ്ങളെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുക. ഓക്കെ, the grandfather is the old and gentle character in this story. He is a pure nature lover. He is interested in spending his time with nature. അതായത് അദ്ദേഹം പ്രകൃതിയുമായിട്ട് സമയം ചെലവഴിക്കുന്നതിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. He spent almost all the time in the garden and he encouraged to live all the animals with harmony and love. അതായത് അദ്ദേഹത്തിൻ്റെ അധിക സമയവും പൂന്തോപ്പിലാണ് ചെലവഴിക്കുന്നത്. ഗാർഡൻ എന്ന് വെച്ചാൽ പൂന്തോപ്പ്. കൂടാണ്ട് അദ്ദേഹം എല്ലാ മൃഗങ്ങളെയും ഒത്തൊരുമയോടെ സ്നേഹത്തോടെ ജീവിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതായത് ആനിമൽസിനെ ഒന്നും അദ്ദേഹം ഉപദ്രവിക്കാറില്ല. അദ്ദേഹം എല്ലാവരെയും ഒരേ ഒരു പരിഗണന നൽകിക്കൊണ്ടാണ് അദ്ദേഹം കാണുന്നത്. അതായത് പ്രകൃതി നമുക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും കൂടി ഉള്ളതാണെന്നുള്ള ഒരു ബോധം അദ്ദേഹത്തിനുണ്ട്. ഹിസ് ബോണ്ട് വിത്ത് നേച്ചർ ഈസ് എ ഗുഡ് മെസ്സേജ് ഫോർ ദ ഡീഫോറസ്റ്റിംഗ് സൊസൈറ്റി. അതായത് ഈ മരങ്ങളൊക്കെ വെട്ടിമുറിച്ചു മാറ്റുന്ന ഈ ഒരു സമൂഹത്തിനുള്ള ഏറ്റവും നല്ല മെസ്സേജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രകൃതിയുമായിട്ടുള്ള ബോണ്ടാണ്. ദ ഗ്രാൻഡ് ഫാദർ ഈസ് എ സിമ്പിൾ ഓഫ് പ്യുവർ ലവ്. അതായത് അദ്ദേഹം എന്ന് പറയുന്നത് അതായത് സത്യസന്ധമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്, ഒരു സിമ്പലാണ് മുത്തശ്ശൻ എന്ന് പറയുന്നത്. ഹിസ് ബോണ്ട് വിത്ത് നേച്ചർ ഈസ് എ ഗുഡ് മെസ്സേജ് ഫോർ ദ ഡിഫോറസ്റ്റിംഗ് സൊസൈറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പം പ്രകൃതിയിലെ ഒരുപാട് മരങ്ങളൊക്കെ മനുഷ്യരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മുറിച്ചു മാറ്റുകയാണല്ലോ. അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള പ്രകൃതിയെ സ്നേഹിക്കുന്ന ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ആ ഒരു മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്ന ആ ഒരു സമൂഹത്തിനുള്ള നല്ലൊരു മെസ്സേജാണ്. അതായത് ഒന്നുമില്ല, അങ്ങനെ മരം മുറിച്ചു മാറ്റുന്നവർ ഈ മുത്തശ്ശനെ പോലെയുള്ള ആൾക്കാരെ കണ്ട് പഠിക്കുക, അത്ര തന്നെ. ദെൻ ഹി നെവർ ട്രൈസ് ടു ഹാം ദ മംഗൂസ് ഓർ അതർ ആനിമൽസ്. അദ്ദേഹം ഒരിക്കലും നമ്മുടെ മംഗൂസ് എന്ന് പറഞ്ഞാൽ കീരി, ഓക്കെ, അതായത് ഈ കീരിയെയും മറ്റ് ആനിമൽസിനെയും മറ്റ് മൃഗങ്ങളെയും ഒന്നും അദ്ദേഹം ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. ഹീ ഈസ് ഓൾവേസ് റെഡി ടു ഒബ്സർവ് ദ നേച്ചർ ആൻഡ് ഇറ്റ്സ് വണ്ടേഴ്സ്. അദ്ദേഹം എപ്പോഴും പ്രകൃതിയെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എപ്പോഴും പ്രകൃതി ഇങ്ങനെ അത്ഭുതത്തോടെ എല്ലാ കാര്യങ്ങളും വീക്ഷിക്കാറുണ്ട്. ഇതൊക്കെ പാഠഭാഗത്തിലുണ്ടോ? ഇല്ല. ഇതൊക്കെ നമ്മുടെ ഐഡിയ ആണ്. നമ്മൾ കുറച്ച് ഒരു എരിവും പുളിയൊക്കെ ചേർത്തിട്ട് നമ്മൾ കുറച്ചൊന്ന് എഴുതണം. അതാണ് ഈ ഒരു ഇംഗ്ലീഷിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്. പാഠഭാഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ തോട്ടുകൾ, നിങ്ങൾക്ക് കൊടുക്കാനുള്ള, നിങ്ങൾ എഴുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. അത് പാഠഭാഗമായിട്ട് ചിലപ്പം പാഠഭാഗത്തിൽ അതൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങളുടേതായിട്ടുള്ള തോട്ടുകൾ, അതായത് അദ്ദേഹം പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അദ്ദേഹം പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് പ്രകൃതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. അതിനൊക്കെ മാർക്ക് കിട്ടും. ഹി നെവർ ട്രൈസ് ടു ടേം ദ മംഗൂസ് ആൻഡ് ഹി ഓൾവേസ് ബിലീവ്സ് ഇൻ ഫ്രീഡം. അദ്ദേഹം ടേം എന്ന് വെച്ചാൽ മെരുക്കുക.
അതായത് അദ്ദേഹം ഒരിക്കലും കീരിയെ മെരുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം എപ്പോഴും സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹി ബിലീവ്സ് ദാറ്റ് നേച്ചർ ഈസ് ഫോർ എവരി വൺ ആൻഡ് ഓൾ ദ ലിവിങ് ബീങ്സ് ഷുഡ് ലിവ് വിത്ത് ഹാർമണി. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് പ്രകൃതി എല്ലാവർക്കും കൂടിയുള്ളതാണ്. അതേപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം സ്നേഹത്തോടെയും പരസ്പരം ഒത്തൊരുമയോട് കൂടിയിട്ട് വേണം ജീവിക്കാൻ. ഹി ഹാസ് ദ ഹാബിറ്റ് ഓഫ് ഗാർഡനിങ് വിച്ച് ഗിവ്സ് ഹിം എൻലെസ് പ്ലഷർ. അദ്ദേഹത്തിന് ഇങ്ങനെ ചെടി നടാനും ഒക്കെ വളരെയധികം ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അത് അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷം നൽകുന്നു. പ്ലഷർ എന്ന് വെച്ചാൽ സന്തോഷം. ഹിസ് എനർജി ആൻഡ് ഹാർഡ് വർക്ക് ടുവാർഡ്സ് ദ നേച്ചർ ഈസ് നോട്ട് എ ബേർഡൻ ഫോർ ഹിം. ബേർഡൻ എന്ന് വെച്ചാൽ തലവേദന. അതായത് അദ്ദേഹത്തിന് പ്രകൃതിയോട് കാണിക്കുന്ന എനർജിയും പ്രകൃതിക്ക് വേണ്ടിയിട്ട് നൽകുന്ന അല്ലെങ്കിൽ പ്രകൃതിയിൽ നൽകുന്ന പരിശ്രമം, ഹാർഡ് വർക്കിനൊന്നും അതൊന്നും അദ്ദേഹത്തിന് ഒരിക്കലും ഒരു തലവേദനയായിട്ട് തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹം പ്രായമായ മനുഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെ പ്രകൃതിയിൽ പോയിട്ട് കാര്യങ്ങൾ ചിലവഴിക്കുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴൊന്നും അദ്ദേഹത്തിന് അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും വന്നിട്ടില്ല. അദ്ദേഹം അത് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സംഭവം മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദിസ് 65 ഓൾഡ് മാൻ ഈസ് എ ഗ്രേറ്റ് റോൾ മോഡൽ ഫോർ അവർ സൊസൈറ്റി. അതായത് ഈ 65 വയസ്സുള്ള ഈ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് വലിയൊരു റോൾ മോഡൽ തന്നെയാണ് എന്നാണ് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പം സമകാലിക പ്രസക്തി എന്താണെന്ന്, ഈ കഥാപാത്രത്തിന് നമ്മുടെ സമൂഹത്തോടുള്ള പ്രസക്തി എന്താണ്, സമകാലിക പ്രസക്തി എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഈ ഒരു കഥാപാത്രത്തിന് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇത് ജസ്റ്റ് ഒരു ബേസ് പോലെ തന്നു. നിങ്ങൾക്ക് ഇതിൽ മനോഹരമായിട്ടുള്ള കഥാപാത്ര നിരൂപണം നിങ്ങൾക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. പിന്നെ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. ഈ പറഞ്ഞത് മനസ്സിലായില്ല എന്നാണെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കാം. നമുക്ക് വീണ്ടും മറ്റൊരു കഥാപാത്ര നിരൂപണം കൊണ്ടുവന്നിട്ട് അത് വളരെ സിമ്പിളായിട്ട്, ഇതിലും സിമ്പിളായിട്ട് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് തന്നെ സിമ്പിളാണ്. വേണമെങ്കിൽ വീണ്ടും ടൈം എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. കമൻറ്റ് ചെയ്തോളുക. കാരണം നമുക്കിത് പഠിച്ചെടുക്കണം. നമുക്ക് ഫുൾ A+ വാങ്ങണം അല്ലേ. ഫുൾ A+ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. പക്ഷേ നമുക്ക് പഠിക്കേണ്ട, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. പരമാവധി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.